എന്താണ് എന്താ പറയാ കളി അണ്ടിയെന്നല്ലടാ, ഞാൻ ഇതാ പറഞ്ഞത്. ഓണത്തിന് ഇപ്രാവശ്യം ഒരു വെറൈറ്റി പരിപാടി പിടിക്കണം. എന്ത് പിടിക്കണം? ഇമ്മ ക്യാമ്പ് പോയി അറിയണ എന്താ ഖാലിദ് മാവേലി ആറാക്കൂടെ ഇപ്രാവശ്യം നമ്മള്? നല്ല വയറുണ്ട് ഇപ്പൊ. ഖാലിദിനേക്കാൾ ബെറ്റർ ബിലാലായിരിക്കടാ. ബിലാലായിരിക്കും. ഖാലിദ് എന്താ വെച്ചാ, ഖാലിദ് നമ്മള് എന്താ പറയാ, കുറച്ച് പൈസ ഉള്ള വീട്ടിലുള്ള കുറച്ച് ചബ്ബി ആയിട്ടുള്ള മക്കളുണ്ടാവില്ലേ, അത് അങ്ങനെ എന്താ അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ഒരാളാണ് ഖാലിദ്, മനസ്സിലായോ? പക്ഷെ ബിലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടനാണ്, മനസ്സിലായോ? നാടൻ സാധനം, നല്ല നാടൻ കോഴിയാണ് അങ്ങനത്തെ ഒരു സാധനം. ബിലാലിനെ പപ്പു ബെറ്ററാ, പപ്പുനാക്കണല്ലേ നമ്മളെ ഈ പ്രാവശ്യം? അല്ല, ഞാൻ പറയണെങ്കിൽ നല്ലൊരു ചരക്കാ ബിലാലാ. നിങ്ങൾ അനുഭവിച്ചില്ലല്ലോ, ഞാനാണ് ഇവന്മാരെയൊക്കെ കൊണ്ട് കിടന്ന് അനുഭവിച്ചത്. എന്റെ ദൈവമേ, ഈ പപ്പു ഒക്കെ ഉണ്ടല്ലോ, വെറുതെ ഇരുന്ന് ചിരിക്കുക മണിക്കൂറുകളോളം. മാലിക്കിനാക്കിയ പക്ഷെ കുറെ എന്റർടൈൻമെന്റ് എലിമെന്റ്സ് കിട്ടും കേട്ടോ. മാലിക്കാക്കിയ നല്ല ഡാൻസ് ഒക്കെ കിട്ടും. തങ്കപ്പം കളിക്കൂലടാ, തങ്കപ്പം ഡാൻസ് അങ്ങനെ പ്രശ്നമുണ്ട്. പപ്പു ഡാൻസ് കളിക്കൂലേ? ഞാൻ ലൈവ് എന്റെ മാവേലിക്ക് നല്ല വയറാ വേണ്ടി, മനസ്സിലായോ? നല്ല ഗോഡ് വരുമെന്നോ? ഗോഡ് ചിലപ്പോ അതിന്റെ 2 ദിവസം മുമ്പ് ചിലപ്പോ ഒന്ന് ബൈക്ക് വന്ന് വേടാ, അറിയാതെ ചിലപ്പോ ഒന്ന് ബൈക്ക് ഇങ്ങനെ കാർ ഷെഡിൽ നിന്നിട്ട ബൈക്ക് ഒന്ന് ചിലപ്പോ ഇങ്ങനെ തെരിഞ്ഞിട്ട് കാലൊക്കെ ഒന്ന് ഇങ്ങനെ ചിലപ്പോ ഇതാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗോഡിന്. ഗോഡ് പണിഷ്മെന്റ്. എന്നാ ഓക്കെ, എന്നാ കാസർഗോഡ് പരിപാടിയൊക്കെ നീ വരുമോ? കാസർഗോഡ് എവിടെയാന്നാ? അത് കേരളത്തിന്റെ ഏറ്റവും ടോപ്പില്, തിരുവനന്തപുരത്തിന്റെ ഓപ്പോസിറ്റ് മേലെ. നീ എന്താ പറഞ്ഞേ? കൊച്ചി ബെസ്റ്റ്. കൊച്ചി ആകുമ്പോ ഞാൻ പറയട്ടെ, എനിക്ക് ഇവിടെ നിന്ന് 4-4.5 മണിക്കൂർ, ബാക്കി എല്ലാവർക്കും പകുതി. നമുക്ക് ടീം ഷെയ്ക്കിനെ വിളിക്കണം, നമ്മളെ ചെക്കന്മാരും കൂടി വിളിക്കണതിന്. കാരണം അത് മാനേജ് ചെയ്യാനും റാംബാക്ക് വെക്കാം. വേറെ എന്ത് വെറൈറ്റി പ്രോഗ്രാം? ഞാൻ ഇന്നൊരു സാധനം കണ്ടടാ ഇൻസ്റ്റഗ്രാമില്, ഒരു കിടിലൻ സാധനം കണ്ടു. ഞാൻ നിൽക്കട്ടെ, ഞാനത് അയച്ചുതരാൻ നോക്കിയാ. നീ ഇത് ഡിസ്കോഡിൽ കൊണ്ടുവന്നിട്ടാണ്. നല്ല കോമഡി സാധനം, പെൺകുട്ടികള് ഇതാക്കണതാണ്. പക്ഷെ പൊട്ടോടല അണ്ടിയോടലൊന്നല്ല, എന്ത് പുലിക്കളിയാ. പുലിക്കളിയൊക്കെ ആരാ കളിക്കുന്നടാ? എടാ ഞാൻ സേവ് ചെയ്തിട്ടില്ലേ, നമ്മളെ ആക്ടിവിറ്റി സെന്ററിൽ കിട്ടും അത്, എനിക്ക് തോന്നുന്നത്. യുവർ ആക്ടിവിറ്റി വാണംപിടല് ബ്ലൈൻഡ് ഡ്രഗ്സ് 3. ഒരു ഓണത്തിന് നല്ല മട്ടൻ ബിരിയാണിയോ കൂട്ടി ചോറ്. നമുക്കൊരു ബിരിയാണി തീറ്റി കുറച്ച് കുണ്ടന്മാരുടെ ബിരിയാണി തീറ്റി മത്സരങ്ങൾ നടത്താം. തീറ്റ മത്സരത്തിന് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല മോനെ. അതിന് ഞാൻ ഇവിടുന്ന് 2 അടി മാറി ഇരിക്കണം, മനസ്സിലായോ നിനക്ക്? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി 1.5 മന്തി ഒറ്റടിക്ക് ഇരുന്ന് തിന്നു ഞാൻ, മനസ്സിലായോ? ബിരിയാണി കഴിച്ച് ഷവർമ കഴിക്കാൻ നോക്കിയാ ഞാൻ അയച്ചു. ആ റീലൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടാ. ഡ്രസ് കോഡ് വേണം, ഡ്രസ് കോഡ് അടിക്കാനുള്ള ടൈം കിട്ടുമോ എന്നുള്ളതാണ്. ബിലാൽ വിൻ ദ മാച്ച് നോ. ഞാൻ പറയട്ടെ, തീറ്റയില് ബിലാലൊന്നും അല്ല കഴിച്ചു. ഞാൻ പറയാ, തീറ്റയില് ഉസ്മാനെ എല്ലാം നിങ്ങൾക്ക് ഒരാൾക്കും കഴിയില്ല കഴിച്ചു. സീരിയസ്ലി ഞാൻ പറയാലോ, കുഴച്ചിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കമത്താ, മനസ്സിലായോ? നമ്മളൊക്കെ എങ്ങനെ ചോറ് വെച്ച് എങ്ങനെയാ ഇങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെയല്ലേ കഴിക്കാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കഴിക്കാം. സീരിയസ്ലി അങ്ങനെ കഴിക്കുക. ഞാൻ കാണിച്ചിട്ടുണ്ട് ഇക്കുറി IRLന് ഫുഡ് കഴിക്കുമ്പോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡ്രസ് കോഡ് വേണമെങ്കിൽ സെറ്റാക്കി തരാറുണ്ട് മെസ്സേജ് അയക്കുന്നത്. ടോമാഞ്ചെറിയോ വീഡിയോ ആയിരിക്കുന്നു. അല്ലല്ല, എടാ നീ ഇത് റെക്കതൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുത്താ ഇത് സംസാരിക്കാത്ത എന്ത് കുറച്ചു നേരം എന്തൊക്കെ പ്രോഗ്രാം വെക്കാന്നുള്ളത് നോക്കാം. ടുട്ട് വേണമെന്നാ നോക്കിയാ. ഞാൻ ആ സാധനം ഇട്ടണടാ, നീ ഒന്ന് ഇതിലിട്ടാണ്. അപ്പോൾ എല്ലാം ഒഫീഷ്യലി ഗ്ലോബലി ആയി ഇൻസ്റ്റയിൽ ഇറക്കുന്നത്. ഷാമിൽ എഫക്ട്സ് W ഷാമിൽ ബിഗ് ഷൗട്ട് ഔട്ട്.
ഫ്രൈഡേ അല്ലേ? EVX-ലൊക്കെ അതൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. 21 ആണ് ഫ്രൈഡേ. അതെ അതെ, 21-ന് എന്തായാലും ഒഫീഷ്യലി ലോഞ്ചായ നമ്മൾ അന്ന് തന്നെ ഗ്യാങ് ആവേണ്ടതാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, അത് ഞാൻ അവിടുത്തെ സെർവർ സൈഡിൽ ചോദിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. എന്തായാലും ഈ കളർ അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ഈ കളർ വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ സിറ്റിയിൽ ഗ്യാങ് ഫോം ആവുക. അഥവാ ഈ ഒരു കളർ പാറ്റേൺ, ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ആയിരിക്കും നിലവിലുള്ള ഡ്രസ്സ്, നിലവിലുള്ള ജാക്കറ്റ് അത് തന്നെ ആയിരിക്കും. അതിൽ മാക്സിമം പോയ ഒരു ഹുഡീസും കൂടി, അതിനനുസരിച്ചുള്ള ഒരു ഹുഡീസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഉപയോഗിക്കാത്ത ഒരു മാരക വണ്ടിയുണ്ട്, ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആ വണ്ടിയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോത്തിന് ഇറക്കാം. കണ്ടെന്നോ, ആദ്യം അഡ്മിൻസിനോട് ചോദിച്ചു നോക്കട്ടെ, ആഫീസ് ബ്രോനോടൊക്കെ ചോദിച്ചിട്ട് ആ കളർ നമുക്ക് കിട്ടുമോ, അത് പറ്റുമോ എന്നുള്ളത് ചോദിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ തന്നെ എടുക്കാം. ആ കളർ എടുത്തിട്ട് പിന്നീട് നമുക്ക് മാറ്റാം. സേവ്ഡ് ഇറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. അതെ അതെ, അത് വെയിറ്റ് ചെയ്തതിന് എന്താ വെച്ചാൽ ആ വണ്ടിക്ക് ചിലപ്പം എക്സലാൻഡീസിലായിരിക്കും ആദ്യം ഓടാൻ ഭാഗ്യം. അതുകൊണ്ടായിരിക്കും അത് കുറച്ച് നല്ല വണ്ടി ആയതുകൊണ്ടേ. പക്ഷെ ഞാൻ പറയട്ടെ, അതും ഒരു ടെമ്പററി ഗ്യാങ് വണ്ടിയാണ്. അത് നല്ലൊരു ഗ്യാങ് വണ്ടി ആക്കിയിട്ട് അതിലും നല്ലൊരു ഗ്യാങ് വണ്ടി വേറെ പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ തിരക്ക് കൂടി ആയതുകൊണ്ട്, ടൂർണമെന്റ് അങ്ങോട്ട് ഇങ്ങോട്ട്, ഞാനും കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് അതിലൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ സൂൺ ഓർ ലേറ്റർ നമ്മൾ എന്തായാലും അതിലും നല്ലൊരു വണ്ടി 6x6 ആയിക്കോട്ടെ, 4x4 ആയിക്കോട്ടെ, ലിഫ്റ്റഡ് ആണെങ്കിലും